പറഞ്ഞതേ കർക്കിടകം ഇങ്ങെത്തി, നമ്മൾ പോലും അറിഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ ആരോഗ്യത്തിന് കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ പറയുന്നതിനേക്കാൾ ഏറെ നമ്മളോടൊപ്പം സംസാരിക്കാൻ ഇന്ന് നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഡോക്ടർ കൂടെയുണ്ട്. വവാക്കാവ് SAVM ആയുർവേദ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഡയറക്ടറായ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീജിത്ത് ഡോക്ടർ. നമുക്ക് ഡോക്ടറോട് കുറച്ച് കാര്യങ്ങളൊന്ന് ചോദിച്ചാൽ. ഡോക്ടർ നമസ്കാരം. ശരിക്കും ഈ കർക്കിടക മാസം നമ്മളെല്ലാവരും ആരോഗ്യത്തിലൊന്ന് ശ്രദ്ധിക്കേണ്ട മാസമാണ്. തീർച്ചയായിട്ടും. മാത്രമല്ല നമ്മൾ ഈ പ്രകൃതിയോടൊക്കെ ഒന്ന് ഇണങ്ങി ജീവിക്കേണ്ട ഒരു സമയം കൂടിയാണ്. എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? അതായത് നമ്മുടെ കർക്കിടക മാസം പ്രത്യേകിച്ച് നമ്മുടെ ഒരു വർഷത്തെ ഇത്രയും കാലത്തെ നമ്മുടെ ജീവിതചര്യകൾ വരുന്ന വ്യതിയാനങ്ങളെ എല്ലാം ഒന്ന് അടുക്കിപ്പറക്കി ഒന്ന് കൊണ്ടുവരുന്നതിന്, അതായത് നമ്മളൊരു മുന്നൊരുക്കം എന്നുള്ള രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയെ ഒന്ന് സന്തുലിതമായിട്ടൊരു അവസ്ഥയുണ്ടല്ലോ, അതിനെ അതൊന്ന് തെറ്റ് പറ്റുമ്പോൾ ഉണ്ടാവുന്ന ചില കാര്യങ്ങളാണ് നമുക്ക് പല രോഗങ്ങളിലേക്കും വഴുതി വരാനുള്ള കാരണം. അപ്പോൾ അതിനെ നമ്മൾ ഒരു മുന്നൊരുക്കം എന്നുള്ള രീതിയിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം? അതിന് ചില ചിട്ടവട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ പണ്ട് നമ്മുടെ പൂർവികരായിട്ടും നമ്മുടെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പ്രത്യേകിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പം അത് എല്ലാ വർഷവും അത് അനുസരിച്ച് പോകുന്ന ആൾക്കാരാണ് രോഗങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നത്. അപ്പം പ്രത്യേകിച്ച് ഈ മിഥുനം, ഈ പറയുന്ന കർക്കിടകം, മഴയുടെ ആധിക്യം കൂടുതലാണ്. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് വാതം, പിത്തം, കഫം, അപ്പം ഈ പറഞ്ഞതിനകത്ത് വാതത്തിനകത്തും കഫത്തിനകത്തും വരുന്ന വ്യതിയാനങ്ങളാണ് കൂടുതൽ. അപ്പം ഇത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മുടെ ദഹനവചന പ്രക്രിയകൾ കുറയ്ക്കുന്നതാണ്. ആ പിത്തത്തിൻ്റെ ഒരു അളവ് കുറയും. ആ ഒരു അവസരത്തിൽ നമുക്ക് ദഹനശക്തി ഡൗണിലേക്ക് വരുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള വയറിന് സംബന്ധമായിട്ടുള്ള പല ഇഷ്യൂസ് അതിനെ ചുവട് പിടിച്ചുകൊണ്ടാണ് മറ്റുള്ള കുറേ അസുഖങ്ങളിലേക്കും പോകുന്നത്. അപ്പം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ കർക്കിടക ചര്യകൾ എല്ലാം ആചരിച്ചു വരുന്നതും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ ഒരു ഡീപ്പ് ടോപ്പിക്കാണ്. എന്നാലും നമുക്ക് ചെറിയ തോതിൽ ചെറിയ നിങ്ങളുടെ സംശയങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഉറപ്പായിട്ടും. അപ്പോൾ ഈ കർക്കിടക മാസം മുഴുവനും നിങ്ങളുടെ കുറേ സംശയങ്ങൾക്കും ഒരുപക്ഷെ മനസ്സിലലട്ടുന്ന കുറേ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം പറഞ്ഞു തരാൻ നമ്മളോടൊപ്പം ഡോക്ടർ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഒറ്റ എപ്പിസോഡ് മിസ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് എന്തായാലും കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. Stay tuned for episode 2.